ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോസ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു തേങ്ങയരപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് മസാലകളൊക്കെ കൂടി ചേർന്നിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഇത് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത് ഫ്രിഡ്ജിലിരിക്കും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുന്നവർക്ക് നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ വളരെ നല്ല സാധനമാണ്. അപ്പോൾ അതനുസരിച്ച് കറികളിൽ നമ്മുടെ ഇറച്ചിക്കറികൾ, മുട്ടക്കറി, കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്കൊക്കെ അപാര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഞങ്ങളിത് കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 തേങ്ങ ചിരണ്ടി അത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു. അതിന് ശേഷം പിന്നീടാണ് ഇത് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ തീ കത്തിച്ച് വലിയൊരു ഉരുളിയൊക്കെ വെച്ച് അതിൽ ഉരുളി ചൂടായി വരുമ്പോഴേക്കും എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ നല്ല ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. ആ തേങ്ങയിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ നല്ല മഞ്ഞ നിറമാണ്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇതിൽ ആവി ഇങ്ങനെ പൊങ്ങി ക്യാമറയിലോട്ട് വന്നപ്പോൾ ആ മഞ്ഞ നിറം കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ചില ഭാഗത്ത് മാത്രമേ നമുക്ക് ആ ഒരു മഞ്ഞ കളർ കിട്ടുന്നുള്ളൂ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഞങ്ങളൊരു അരിവാൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിവാൾ വെച്ചിട്ടുള്ള ഇളക്കൽ എനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു സൂപ്പർ ഐഡിയ ആണ്. നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരി വറക്കാനും റവ വറക്കാനും ഇതുപോലെ തേങ്ങ വറക്കാനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകാതെയൊക്കെ നന്നായിട്ട് എല്ലായിടത്തോട്ടും ശരിക്കും ഇളക്കാൻ പറ്റും. ഇങ്ങനെ റൗണ്ടിൽ നമ്മളിതൊന്ന് ചുറ്റിച്ചതിന് ശേഷം നടുവശം കൂടി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒറ്റയടിക്ക് ഇളകും. അതാണ് ഈ ഒരു രീതിയിൽ ഇളക്കി കഴിഞ്ഞാലുള്ളൊരു ഗുണം. ഇവിടെ നമ്മൾ എല്ലാ വിരലുകളും ഉപയോഗിച്ച് അരിവാളിങ്ങനെ പിടിക്കണില്ല, മറിച്ച് നമ്മുടെ കൈപ്പത്തിയുടെ ഉള്ളിൽ ഇതിങ്ങനെ കറങ്ങുക ചെയ്യാം. ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മളിവിടെ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒരു അടി ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 100 ഗ്രാമിന് മുകളിലായിട്ട് ഏകദേശം ഒരളവ് പറയാം. കാരണം നമ്മൾ തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. തേങ്ങയിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് ഏറെ നേരം നമ്മളൊന്ന് ഇളക്കേണ്ട വരും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതായത് ഒരു പുളിയുറുമ്പിൻ്റെ അഥവാ ഒരു നീറിൻ്റെ നിറമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് അടുപ്പത്ത് നിന്നും ഇറക്കി വെക്കാം. അതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ മസാലകളും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യണം. ഇഞ്ചി അഥവാ ചുക്ക്, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ജാതിപ്പത്തിരി, കസ്കസ്, ഇത്തരത്തിലുള്ള മസാലകളെല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഉരുളിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് ഇതൊന്ന് ആയിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇടയ്ക്ക് നമ്മൾ ചൂടാറുന്നിടം വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞ് ഇത് മിക്സിയുടെ ജാറിൽ കുറച്ചിട്ട് നന്നായിട്ട് പൊടിക്കുക. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഓട്ടോമാറ്റിക്കലി അതിൽ വെള്ളം വന്നോളൂ. അപ്പോൾ നല്ല തേങ്ങയരപ്പായിട്ട് വരും. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഫ്രീസറിൽ വെക്കണ്ട. ഫ്രീസറിൻ്റെ തൊട്ടടിയിലൊരു കള്ളിയുണ്ടല്ലോ, നമ്മൾ പാലൊക്കെ വെക്കാൻ വേണ്ടി ഫ്രഷ് ആയിട്ടുള്ള സാധനം വെക്കുന്നത്, അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ടയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിൽ വെച്ച് സൂക്ഷിക്കുക, എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.